തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ലോകത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ടൊരു രോഗവാർത്ത കേരളത്തിലുമെത്തി. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ അമ്പയെ കാർന്നു തിന്നുന്ന അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന എയ്ഡ്സ് മുംബൈയിലെ ചുവന്ന തെരുവിൽ സുഖം തേടിയെത്തിയ ഏതോ സാഹിബ് സൗജന്യമായി നൽകിയതെന്ന് കരുതപ്പെടുന്ന വൈറസ് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരുടെ പേടി സ്വപ്നമാകാൻ അധികകാലം വേണ്ടിവന്നില്ല. എന്നാൽ ആദ്യമായി എയ്ഡ്സ് ബാധിതനെന്ന് കരുതപ്പെടുന്ന മലയാളിയായ സോമൻ കേരളത്തിൽ എത്തും മുന്നേ മുംബൈയിൽ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്രയും 18 മാസം മാത്രം പ്രായമുള്ള മകളും HIV പോസിറ്റീവാണെന്ന വാർത്ത കേരളം ഞെട്ടലോടെ കേട്ടു. അക്കാലത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മലയാളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റിന്റെ കണ്ണാടിയിലൂടെ TN ഗോപകുമാർ ചിത്രയെയും 18 മാസം മാത്രം പ്രായമുള്ള അവരുടെ മകളെയും അവരുടെ ദൈന്യതയെയും ലോകത്തെ അറിയിച്ചു. ചിത്രയെ സകല മനസ്സോടും കൂടി പുനർവിവാഹം കഴിക്കാൻ ഒരാൾ എത്തിയെങ്കിലും മതവിധി തീരും മുന്നേ ചിത്രയും വിധി സമ്മാനിച്ച രോഗത്തിന് കീഴടങ്ങി യാത്രയായി. 2001 ശശി പരവൂരിന്റെ സംവിധാനത്തിൽ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രം സംഭവിച്ചതും എയ്ഡ്സ് രോഗബാധിതർ സമൂഹത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലുകളെ കുറിച്ചായിരുന്നു. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സെൽ ചിത്രത്തിന് സഹായിക്കാനെത്തിയെങ്കിലും ചിത്രത്തിന്റെ പരിണാമഗുപ്തിയിൽ നായകൻ മരിച്ചത് എയ്ഡ്സ് വന്നല്ല എന്ന് വെളിപ്പെടുത്തലുണ്ടായത് വിവാദത്തിന് വഴിവെച്ചു. അതെന്തു തന്നെയായാലും മലയാളി എന്നും ഓർമ്മിക്കുന്ന ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ സിനിമ. എയ്ഡ്സ് ഇപ്പോഴും ആളെക്കൊല്ലിയായി തുടരുന്നുണ്ട്. എന്നാൽ അതിനുശേഷം എത്തിയ പല മഹാമാരികളും എയ്ഡ്സിനോടുള്ള ഭീതി ഒരു പരിധിവരെ കുറയ്ക്കാൻ കാരണമായി. സുരക്ഷിതമായ ലൈംഗിക ബന്ധവും ഏക പങ്കാളിയും എയ്ഡ്സ് പടരുന്നതിൽ നിന്നും നിങ്ങളെയും രക്ഷിച്ചേക്കാം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. സ്വയം സുരക്ഷിതരാവുക, സമൂഹ സുരക്ഷ ഉറപ്പുവരുത്തുക.